ഹിത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ മീൻ മുളക് കറിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ വലിയ കാരലാണ് ഈ മുളക് കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് ഇട്ട് മുളക് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 10 അല്ലി ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് കീറി വെച്ചിരിക്കുന്നു. ഇഞ്ചി ഇത്രയുള്ള ഒരു കഷ്ണം ചതച്ച് വെച്ചിരിക്കുന്നു. ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ചതച്ച് വെക്കാവുന്നതാണ്. ഞാൻ പിന്നെ ഉള്ളി അരിഞ്ഞാണ് വെച്ചത്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. കറിവേപ്പില കുടംപുളി നിങ്ങൾക്ക് എത്ര പുളി വേണോ അത്രയും വേണം. എനിക്ക് പുളി കുറവായതുകൊണ്ട് ഞാൻ 2 കഷ്ണമാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഇനി പൊടികൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്, കറിക്ക് മണം കിട്ടാനാണ്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 സ്പൂൺ, മല്ലിപ്പൊടി 1 വലിയ ടേബിൾ സ്പൂൺ. ഇത്രയുമാണ് പൊടികൾ എടുത്തിരിക്കുന്നത്. കറി വെക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൈ വെച്ച് ഒന്ന് ചെറുതാക്കി ഇട്ട് വേണം ഇടാൻ. നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ ഇടാവുന്നതാണ്. ഞാൻ കടുക് ഇടാറില്ല. ഇനി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഉള്ളി ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇത്രയും ഇട്ട് കൊടുക്കാം. ഇത് മൂപ്പിച്ച് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഉള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്, പച്ചമണവും മാറിയിട്ടുണ്ട്. ഈ തീ കുറച്ചതിന് ശേഷം എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളിട്ട് തീ കുറച്ച് വെച്ചത് എന്താണെന്ന് പറഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് തീ കുറച്ച് വെച്ചത്. ഒരു 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക, പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. തീ കുറച്ച് വെച്ച് കുറച്ച് നേരം വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാല നല്ലവണ്ണം മൊരിഞ്ഞ് കിട്ടും. ആദ്യം 1.5 ടേബിൾ സ്പൂണേ ഇട്ടുള്ളൂ, ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കൂടി ഇട്ടു. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന കൊറക്കാപ്പുളി ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വെച്ചതാണ് ഇത് ഞാൻ. ശേഷം പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു വെച്ച് ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 1/2 ഗ്ലാസ് പോലും വെള്ളം ഒഴിച്ചില്ല, 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഒന്ന് നല്ലവണ്ണം തിളക്കാൻ വിടണം. ഇനി കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കറി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കണം. ഇതുവരെയും ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഇനിയാണ് ഉപ്പിടാൻ പോകുന്നത്. ഇത്രയും ഉപ്പിട്ട് കൊടുക്കാം. ഇനി മീഡിയം ടൈപ്പിൽ തീ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്, തക്കാളിയും നല്ല വെന്ത് കലങ്ങിയിട്ടുണ്ട്. ഇനി മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീനിട്ട് കഴിഞ്ഞാൽ സ്പൂണിട്ട് ഒരുപാട് ഇളക്കരുത്.
കാരൽ മീനാണ്. മുള്ളിൽ നിന്ന് ഇളകി വന്നു പോവും. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മീൻ വേവാൻ വേണ്ടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീനെല്ലാം വെന്ത് കാണും. കറി ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചട്ടിയുടെ ചൂടിലാണ് ഈ കിടന്ന് ഇങ്ങനെ തിളക്കുന്നത്. ഇനി കറിവേപ്പില ഇട്ടതുകൊണ്ട് അതിൻ്റെ മണം ഇളകി വരാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെക്കാം. ഈ കറി ഏത് മീനിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, ചപ്പാത്തിയുടെ കൂടെയും ഈ കറി വെച്ച് കഴിക്കാവുന്നതാണ്. ഇതെല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നെ എഴുതി അറിയിക്കണം. ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ആവശ്യത്തിന് എരിവും ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. കുറച്ച് നേരം അടച്ച് വെച്ചേക്കാം. കറി നല്ല തിളച്ച് വരുന്നുണ്ട്. ഇത് നല്ല ഒരു 2 ദിവസമൊക്കെ കഴിക്കണ നല്ല ഒരു രുചിയുള്ള കറിയാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ബാച്ചിലേഴ്സിനും ആദ്യമായിട്ട് കറി ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റ് കറിയാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെയും ബൈ.